ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഷുഗർ ക്രേവിങ്സിനെ കുറിച്ചിട്ടാണ്. എക്സസ് ഷുഗർ ക്രേവിങ്സ് എങ്ങനെയാണ് ബോഡിയിൽ ഉണ്ടാവുന്നത്, അത് അപ്പോൾ നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടാത്തത്, പിന്നെ ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു ഷുഗർ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ബോഡിയിൽ വല്ലാതെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാത്ത എന്തൊക്കെ ഐറ്റംസ് കഴിക്കാമെന്നൊക്കെയാണ്. അപ്പോൾ വീഡിയോക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ഈ ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഈ ഷുഗർ ക്രേവിങ്സ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കുറെ ചീത്ത ബാക്ടീരിയാസ് ഉണ്ടാവും. ആ ചീത്ത ബാക്ടീരിയാസ് നമ്മുടെ ബ്രെയിനിക്ക് സിഗ്നൽ കൊടുക്കും നമുക്ക് ഷുഗർ കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്താ ഈ ടൈമിൽ ചെയ്യാം? നമുക്ക് ഒരു ഷുഗർ കഴിക്കാനുള്ള ക്രേവിങ്സ് വരുമ്പോൾ ഒരിക്കലും നമ്മൾ പോയിട്ട് ഫ്രൂട്ട്സ് അല്ല കഴിക്കുക, എന്തെങ്കിലും ചോക്ലേറ്റോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് പെപ്സി ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കുക, അങ്ങനെ പലതും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഉണ്ടോ അതെടുത്ത് കഴിക്കുക, ഒരു ഡേറ്റ്സ് ഉണ്ടോ അതെടുത്ത് കഴിക്കുക. അപ്പോഴും നമ്മുടെ ഷുഗർ ക്രേവിങ്സ് കൺട്രോൾഡ് ആവും. ബട്ട് നമ്മൾ അതല്ല ചെയ്യാറ്. ഈ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യും വേണം, അതേ ടൈമിൽ ഈ ബാക്ടീരിയാസിനെ പറ്റിക്കും വേണം. എങ്ങനെയാണ് പറ്റിക്കുന്നല്ലേ? അതിന് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അത് ഞാൻ അവിടെ പറഞ്ഞുതരാം. ബെറീസ് ഉണ്ട്, അത് ഞാൻ അവിടെ പറഞ്ഞുതരാം. ലെസ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സും ബെറീസും ആണ് കഴിക്കേണ്ടത്. അതിൽ വരുന്നത് ആപ്പിൾ, പിയർ, അവക്കാഡോ, ഓറഞ്ച് ഒക്കെ അതിൽ വരും. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. ഷുഗറിനെ കൺട്രോൾ, നമ്മുടെ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ബെറീസ് ആയ റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി ഇതെല്ലാം കഴിച്ചാൽ നമ്മുടെ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിനിക്ക് സിഗ്നൽ ചെല്ലും, നമുക്ക് ഷുഗർ കിട്ടി. അപ്പൊ ബ്രെയിനിന് പിന്നെ ക്രേവിങ്സിനുള്ള ടെൻഡൻസി വരില്ല. പിന്നെ അതേ ടൈമിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കുറച്ച് ഗുഡ് ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൽ രണ്ടിന്റെ കാര്യം നമ്മുടെ ക്രേവിങ്സ് കൺട്രോൾഡ് ആവുകയും ചെയ്യും, നമ്മൾ മറ്റേ ചീത്ത ബാക്ടീരിയാസിനെ പറ്റിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കുറച്ച് നല്ല ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇനി ഒരിക്കലും ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ വേഗം ഫ്രിഡ്ജ് തുറന്നിട്ട് പെപ്സി പോലെ അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവന്ന് വെക്കാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ക്രേവിങ്സ് വരുമ്പോൾ അതെടുത്ത് കഴിക്കാം. ഓക്കെ, ഷുഗർ കഴിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് അത്ര നല്ല കാര്യങ്ങളല്ല നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ കുറച്ച് ഒരു 5 years മുമ്പ് വരെയൊക്കെ കേട്ടിരുന്നു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് കൊളസ്ട്രോൾ ആണ്. അപ്പൊ ഫാറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ഹെൽത്തിനെ അത്രയും ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യാന്നൊക്കെ. ബട്ട് ഇപ്പൊ ഉള്ള സ്റ്റഡീസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ പറയുന്നത് ഷുഗർ ആണ് വില്ലൻ. മെയിൻ വില്ലൻ ഷുഗർ ആണെന്ന് തന്നെയാണ്. കാരണം ഷുഗർ കാരണം ഒരിക്കലും ഡയബറ്റീസ് മാത്രമല്ല വരിക, ലങ് ഇഷ്യൂസ്, ലിവർ ഇഷ്യൂസ്, പിന്നെ അതുപോലെ ഏജിങ്, നമുക്ക് പെട്ടെന്ന് ഏജ്ഡ് ആയ പോലെ, നമ്മുടെ ഫേസ് ഡള്ളായ പോലെ, പിന്നെ അതുപോലെ നമ്മളെ ഫേസ് ഒക്കെ ഇങ്ങനെ റിങ്കിൾസ് ഒക്കെ വരിക, ചുരുങ്ങി പോവുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഷുഗർ കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ ആരൊക്കെ വിശ്വസിക്കുന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഇതൊരു സത്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷുഗർ കഴിക്കുമ്പോൾ അപ്പത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് മെറിറ്റ്സ് ഒന്നുമില്ല. ബട്ട് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചാൽ അങ്ങനെയല്ല. അത് ഫ്രൂട്ട്സിലൊക്കെ ചില ഫ്രൂട്ട്സിൽ വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ബോഡിക്ക് കിട്ടുന്നുണ്ട്. വേറെ ആഡഡ് ഷുഗേഴ്സ് കഴിച്ചാലും നമുക്ക് അങ്ങനത്തെ ഒരു ഐറ്റംസ് കിട്ടാൻ പോകില്ല. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ അവർക്ക് ഷുഗർ ശീലിപ്പിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈഫ് ലോങ് അത് ശീലമല്ലാതെ ആയാൽ അവർക്ക് അതൊരു എന്താ പറയാ, അത്രയും ഒരു സ്വീറ്റ് ആയിട്ടൊന്നും അവർക്ക് തോന്നില്ല. നമ്മളിത് ശീലിച്ചുകൊണ്ടാണ്. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു 7 റൂൾ അല്ലെങ്കിൽ 77 റൂളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 7 റൂൾ എന്ന് വെച്ചാൽ നമ്മൾ 7 days ആഡഡ് ഷുഗേഴ്സ് ഒന്നും പ്രോസസ്ഡ് ഒക്കെ നമുക്ക് വരുന്ന ഷുഗേഴ്സ് ഒന്നും കഴിക്കാതിരിക്കാം. അതിന്റെ പകരം നാച്ചുറൽ സോഴ്സസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഇതുപോലെ ഡേറ്റ്സോ എന്തെങ്കിലും അത്രയും ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കാം. പിന്നെ ആ 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിലും കുറെ ചേഞ്ചസ് വന്നു തുടങ്ങും. അങ്ങനെയുള്ള ചേഞ്ചസ് കണ്ടു തുടങ്ങുമ്പോൾ 77 റൂൾ അപ്ലൈ ചെയ്യുക. 77 റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 77 ദിവസം നമ്മളിത് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അതിനോടൊരു ടെൻഡൻസി വരില്ല എന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഒന്ന് ട്രൈ നോക്കിക്കോളി. അപ്പോ ഈ ഷുഗർ എക്സ്ട്രായി കഴിച്ചു എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു ആഡഡ് ഷുഗേഴ്സ് കഴിച്ചു എന്ന് കരുതിയിട്ട് അതിന്മേൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കാം. ഞാൻ എന്റെ ബോഡിക്ക് കൊടുക്കുന്നത് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കാം, എന്നിട്ട് അത് ചെയ്യും. നമ്മുടെ എപ്പോഴും നമ്മുടെ റൂമാണെങ്കിലും എല്ലാതും ക്ലീൻ ചെയ്ത് വെക്കും. അതുപോലെ നമ്മുടെ ഈ 77 റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എന്താ പറയാ, ശരീരത്തിന്റെ ഉള്ളിൽ ഒക്കെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കാൻ നോക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അസ്സലാമു അലൈക്കും.